അല്ല ഉമ്മണ്ട് ഇമ്മ പേരും ചൂടിലാണ് ഗൈസ്. ആ ബലാലാളുടെ ഫോൺ എടുക്കാത്ത എന്താന്നൊക്കെ ചോദിച്ചാണ് ഫുള്ള് ചൂടില്. എന്താ ലാ ഇലാഹ ഇല്ല ഒന്ന് ഉറങ്ങിട്ട് ഷബീബിയെ വെറുതെ തൊള്ളിയിൽ കേക്കണ്ടേ. ഈ തൊട്ടി മാട്ടുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാല് ഇതിന്റെ സൗണ്ട് ഉണ്ട് നിങ്ങള് ഇറങ്ങാണ്ട് ആ സൗണ്ട് കേട്ടാണ് കുട്ടി പിന്നെ വരും. നമ്മളിപ്പോ ആട്ടി ഉറങ്ങിയാൽ നമ്മൾ ഇതിട്ട് പോയാല് ഈ സൗണ്ട് കേട്ടാണ്ട് കുട്ടി വരും. വ്ളോഗർ ടിഷ ബേബിയാ പറയേ എന്തേലും പറയേ കൈ തരൂല. ക്യാമറ ഇല്ലാത്തപ്പോ ഇങ്ങനെ തത്ത ചെലക്കണേ ചെലക്കാതെ ഗൈസ് റാഷിദേ ഈ പകരത്തിന് പകരം വീട്ടിയാലേ എത്ര കാലോളം ഇഞ്ഞപ്പം ജീവിക്കാളാണ്. എപ്പോഴും പുതിയ പിള്ളേരുടെ ഒരു ബഹുമാനത്തോടു കൂടി പെരുമാറും ഗൈസ്. അപ്പൊ നല്ല ഉപ്പിലിട്ട മാങ്ങ നമുക്ക് വേണോ? മാണ പണ്ടൂര് നിംസിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് ഗുഡ്സിൽ മാങ്ങ വെക്കണ ആള് പച്ചമാങ്ങ അയാളത്തിൽ വാങ്ങുക. അങ്ങനെ ഗൈസ് നിങ്ങളെ പുറത്ത് പെരുമഴ ഒന്ന് ഒച്ചണ്ടാക്കാൻ എന്നാ പെരുമഴല്ലേ മഴ ഓർന്നുകൊണ്ട് എന്നെ കണ്ടപ്പോ മഴക്കാലൊന്നുമല്ല പക്ഷെ ഭയങ്കര മഴയാണ് അല്ലേ? എപ്പോഴും മഴ ഗൈസ്. എന്ത് സംഭവം നിങ്ങളെവിടെയൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു തരിട്ടോ. കാരണം ഞങ്ങൾ വിചാരം ഞങ്ങൾക്ക് ഇനി കിണറ്റിലെ വെള്ളം കുറഞ്ഞ് കരുതിയിട്ടേ പറിച്ച നമ്മളെ മാത്രം ഒന്ന് കണ്ടറിയണമെന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. എന്താ മഴ നോക്കാണ് നിങ്ങള്. ഇന്നും ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ടില്ലേ അങ്ങനെ ഇടക്ക് പെയ്യണ്ടല്ലേ നല്ല മഴ. നമ്മളെന്നാ ഊട്ടിക്ക് പോയെന്ന് തുടങ്ങിയ മഴ അല്ലേ? എന്താണ് ഗൈസ്. അതുകൊണ്ട് ഇപ്പൊ എന്താ അറിയോ നമ്മളെ തോട്ടത്തിലുള്ള ചെടികളും ഇതൊന്നും ഇപ്പൊ നനക്കേണ്ട ആവശ്യമില്ല. അത് നനക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കാട് മൂടിയില്ലേ. പുല്ലൊക്കെ ഇങ്ങോട്ട് നിറഞ്ഞിട്ടേ ആകെ ഇങ്ങോട്ട് ഇതായിക്കണം. ഇനിയിപ്പോ കൂടെ കുട്ടികൾക്കൊന്നും നടക്കാൻ പറ്റില്ല. ഞാൻ ചെത്തി കളയണം. ഒരു ദിവസം കൊണ്ട് ഞാൻ ഫുള്ള് ചെത്തിടുക ഗൈസ്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഒന്ന് കൊറേ പറിച്ചു പറഞ്ഞു. ഇപ്പൊ സുബൈക്ക് പള്ളിക്ക് വന്നിട്ട് 7 മണി കഴിക്കണല്ലോ പോയപ്പോ പുല്ല് പറിച്ചേനി. അത് കൈക്കോട്ടോണ്ട് ചെത്തിയാ മതി. കൈക്കോട്ടോണ്ട് ചെത്തിയാ മതി. ചെത്തിയാ മതി ഇങ്ങക്ക്. ഇതും കുഴിച്ചിട്ടിക്കണേ ഞാവല് കുഴിച്ചിട്ടിക്കണ ഇപ്പൊ. അവിടെ അത് ഊട്ടിന്ന് കൊണ്ടുവന്ന തയ്യ ഞാവൽപ്പഴത്തിന്റെ ഒരു തയ്യും കൂടി കുഴിച്ചിട്ടിട്ടുണ്ട് നമ്മള്. അത് ഊട്ടിന്ന് കൊണ്ടുവന്നാണ്, ലോക്കലല്ല. ഓക്കെ ഊട്ടിന്ന് കയറ്റുമതിയായിരുന്നു. ഊട്ടിന്നേ ഇപ്പൊ പിന്നെ അങ്ങനെയാണ്. ഇപ്പൊ എവിടെ പോയാലും അവിടെ വല്ല തയ്യോ ചെടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അയിമന്നൊരു കഷ്ണം അല്ലെ അയിമന്നൊരു കൊമ്പൊക്കെ ഒടിച്ചു പോരും. ചോദിച്ചാണ്ടോണ്ടിരാ വേറെ കാര്യം. ചെടിന്റെ വിത്ത് ഇതിലുണ്ടോ എനിക്കറിയില്ല. റിസോർട്ടിന്റെ മുന്നിലുണ്ടല്ലേ മഞ്ഞ കുഞ്ഞ കുഞ്ഞ പൂവ്. അച്ചോൻ വരുമ്പോ ചവിട്ടണീന് എങ്ങനെ ഗൈസ്. പിന്നെ ഈ ചളിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ ചവിട്ടിയാണ്ട് ഒക്കെ തല കുത്തലേ നിക്കുള്ളൂ. നോക്കാണീ കാട്ടണ ഗൈസ്. ഇനി മതി ട്ടോ. എങ്ങനെ സാധിക്കും എന്നെ കൊണ്ട്? ആര് ബലോ നഴ്സറി കള്ളനാ? അപ്പൊ അബ്രോ ഇബ്രൊക്കെ സ്കൂൾക്ക് പോയില്ലേ? പിന്നെ കൊറേ ആയി പോയിട്ട്. കൊറേ ആയിക്കണല്ലേ. ഇപ്പൊ എത്ര ദിവസത്തിന് ശേഷമാണ് പോണേ? 3-4 ദിവസത്തിന് ശേഷം. വ്യാഴം വെള്ളി ശനി ഞായർ. ഓർക്കിപ്പോ ഒരു അര ഓണപ്പൂട്ട് കിട്ടിയാലോ ഇപ്പൊ. എന്താണ് ലീവാണല്ലോ. മെച്ചി ചോറ് തരുന്നില്ല. എന്താണ് അവനക്ക് കിഴങ്ങേ പറ്റുള്ളൂ. ബൽക്ക് ചിക്കനാണ് നമുക്കൊന്ന് കൂട്ടാന്. അപ്പൊ ഒന്ന് ചിക്കൻ കൂട്ടൂല. അപ്പൊ ഞാൻ എന്താക്കി രാവിലെ ബൽക്ക് കിഴങ്ങ് പൊരിച്ചപ്പോ ഓനക്കും കൂടി ഉള്ളത് പൊരിച്ച് വെച്ചിരിക്കണം. അത് ഓന് കണ്ടു. അപ്പൊ എനിക്ക് പൈച്ചുണ്ട്. അപ്പം തിന്നിക്കണോനെ. അപ്പൊ ഇനിയിപ്പൊ ഇപ്പൊ തിന്നാല് ഇനി ഉച്ചക്ക് വീണ്ടും പൊരിച്ചണ്ടേ എഴുതിട്ട് കൊടുത്തോണ്ടേ. കിഴങ്ങല്ലേ, കിഴങ്ങൊക്കെ നല്ലതാണ്. കുട്ടികൾ തിന്നോടത്തോളം തിന്നോട്ടെ. അതിലുണ്ട്. അതിനെന്നെയാണ് ഓനക്ക് എടുത്തത്. ഓനക്ക് ഒന്ന് ഞാൻ ചിക്കൻ ഉണ്ടാക്കുമ്പോ അതിക്ക് കിഴങ്ങ് ഇടലാണ്, മുറിച്ചിടലാണ്. എന്നിട്ട് ആ കിഴങ്ങാണ് ഓന് തിന്നത്. ചിക്കൻ വല്ലാതെ പറ്റും. അത് കഴിഞ്ഞപ്പോ പൊട്ടിച്ചു പോയി. നൊച്ചുണ്ടാക്കല്ലോ ഇപ്പൊ. അതെങ്ങനെ ജോയിന്റ് അല്ലേ? അതൊക്കെ കറക്റ്റന്റെ സാധനം. ഇഷുമ രാവിലെ നീച്ചുണ്ട് കേസ്. ഇപ്പൊ ആ ഉറങ്ങീന്റെ മുഖാണ്. കണ്ടില്ല നിങ്ങളെ മുഖം ഒന്നായിട്ട് ഇങ്ങനെ ചീർത്തിക്കണ്.
ഞാനും ഓടും പാളച്ച് ഉറങ്ങിക്കണ കിളിയൊക്കെ പറ അവലോട് പറ ഉറങ്ങി പറ ഉറങ്ങിനെ അറിയ സബ്സ്ക്രൈബേഴ്സ് ഉറങ്ങിനെ അറിയ ഉറങ്ങി നീച്ചു പറ പറടാ പറടി ഇപ്പോഴാണ് മാറിയിട്ടില്ലല്ലേ ഞങ്ങള് തല ബേക്കടിച്ച പണ്ട് ആഷിക്കിനൊക്കെ ഉണ്ടെങ്കിൽ ആ സ്വഭാവം ചുമരുമ്പോ തലടിച്ച വാശിക്കാരൻ ആഷിക്കിന്റെ ബ്രൂനുണ്ടല്ലോ അവന്റെ തല പൊട്ടിയില്ല ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ അത് ഇടിച്ചിട്ട് ശരിയാവായിട്ട് ചേലാണ് കിട്ടിക്കണത് ഭയങ്കര വാശിക്കാരൻ കേട്ടണോലേ എടുത്ത നമ്മളില്ലേ എടുത്തിട്ട് ഓനക്ക് എന്തായാലും കുഞ്ഞാണെങ്കിൽ ഇറങ്ങിപ്പോയി മുട്ടിച്ചു എടുക്കണ നമ്മളൊക്കത്തിന്ന് ഇറങ്ങിപ്പോയി തല മുട്ടിച്ചു ചെറുപ്പത്തിൽ തല മുട്ടിച്ചു ബ്രൂന് ആ ഭാഷ ഉണ്ടായില്ലേ ആ സ്വഭാവം ഭാഷയാണ് കിട്ടിയിരിക്കണേ മനസ്സിലായോ ഏന്ന് എനിക്ക് മനസ്സിലായില്ല ആരാ ചുമരുമ്പോ മുട്ടിച്ചല് തല ആരാണ് മുട്ടിച്ചലാണ് ഈ 4 ദിവസം മുന്നേ കച്ചറുണ്ടായ പിന്നെ കൊല്ലി ഇറങ്ങാണ്ട് കൊന്നയില്ലാറല്ലേ കൊല്ലി എന്നിട്ട് എന്തിനു കാട്ടി ഒന്നും കാര്യമില്ല തല ചുമരുമ്പോ മുട്ടിച്ച ഓർമ്മല്ല ആയിക്കോട്ടെ മുട്ടിച്ച് ഒരു വട്ടം മുട്ടി അല്ല ഒരട്ടം ഇങ്ങനെ മുട്ടിച്ച് ഇനി കൊന്നലി അറിയാം അതിലെനിക്ക് വരുത്താ അതിൽ പിന്നെ അഭിനയം മാത്രമാക്കി കൊന്നളി ചുമരുമ്പോ പോണില്ല ഞാൻ തന്നെ ഒന്ന് അമർത്തി കൊള്ളാണെങ്കിൽ വല്ല മുണ്ടേരി കൊണ്ടാക്കണേ ജിങ്കേനി ആദ്യത്തെ നിങ്ങൾക്കൊക്കെ എഴുതാതെ കൊണ്ടുപോയി ഇബ്രുവിനെ കൊണ്ടുപോയി അപ്പൊ ഗൈസ് അങ്ങനെ ഊട്ടി ട്രിപ്പ് കഴിഞ്ഞു കൂട്ടായി ട്രിപ്പ് കഴിഞ്ഞു ഇനി അപ്പൊ നമ്മളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇനി നമ്മളെ ലൈവ് തുടങ്ങും ലൈവ് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ലൈവ് അതായത് യൂട്യൂബിൽ നമ്മളെ ലൈവ് എവിടെ കിട്ടുക വെച്ചാൽ നമ്മളെ യൂട്യൂബ് ഇങ്ങനെ തുറക്കുമ്പോൾ കണ്ടിട്ടില്ല പോസ്റ്റ് ഷോർട്സ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ലൈവ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ആ ലൈവ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലൈവ് കിട്ടുള്ളൂ ലൈവ് കാണാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലൈവിൽ വരുന്ന കറക്റ്റ് ടൈമിൽ നിങ്ങളും ലൈവിൽ വരണം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ലൈവിൽ നമ്മളെ കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ് അപ്പൊ ഇനി മുതൽ നമ്മള് ലൈവിലും കൂടി ഉണ്ടാവും രാത്രി ലൈവായിട്ടുള്ള അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് 3 ദിവസം ലീവാണല്ലോ സ്കൂള് പൊതു അവധിയാണ് തോന്നുന്നു നാളെ മറ്റന്നാ റേഷൻ പിടിന്ന് അരി കൊണ്ട് കേട്ടോ നാളെ ലീവ് ആവുമ്പോ ചിലപ്പോ റേഷൻ പിടിയൊക്കെ അവധിയാക്കാറ് കഴിഞ്ഞോ റേഷൻ പിടിന്റെ ഡേറ്റ് കഴിഞ്ഞില്ലേ 29 തീയതിയാണ് നാളത്തെ ഒരു ദിവസം കൂടി ഉള്ളു നാളെ അവധിയാണ് പറയണ്ട് എനിക്കറിയില്ല ആണെങ്കിലും അല്ലെങ്കിലും ഒന്നാണ് കൊണ്ടുവരേ ഇന്ന് കൊണ്ടുവന്നോണ്ടിരുന്നു അപ്പൊ ഗൈസ് അങ്ങനെ വാങ്ങിയിട്ടില്ലല്ലോ ഈ മാസത്തെ നമ്മൾ വാങ്ങിയിട്ടില്ലല്ലോ എന്താ ഓണം കഴിഞ്ഞ മാസല്ലേ ഇനി ഈ മാസം വാങ്ങിയിട്ടില്ല അപ്പൊ ഗൈസ് അങ്ങനെ ഇപ്പൊ ഇന്നത്തെ നമ്മളെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മള് റേഷൻ ഷോപ്പ് പോയിട്ട് അരി വാങ്ങാൻ വേണ്ടിട്ട് പോണം ഓക്കെ അല്ല ഗൈസ് മഴ ചോർന്നു കേട്ടോ പോയോട്ടെ ലാ ഇലാഹ ഇല്ല ഒന്ന് ഉറങ്ങിട്ട് ഷബീബിയെ വെറുതെ തൊള്ളിയില് കേക്കണ്ട കേട്ടോ എന്തായാലും നിങ്ങളെ കൊണ്ടൊരു ഉപകാരമില്ല അതിനേലും ആട്ടി ഒന്ന് ഉറക്കി കൊടുക്കിച്ച് തുടക്കാനൊക്കെ ഉണ്ട് എന്നിട്ട് എന്ന് വെച്ചാണല്ലോ കുട്ടീനെ ഉറക്കലില്ലേ നിങ്ങളെ ഉറക്കല് ഇത് ഉറങ്ങണില്ല റാഷിദ ആട്ടിയാ ഉറങ്ങുവേ നല്ലോണം ആട്ടി പാട്ട് കുട്ടിയെ ആടിങ്ങനെ ഉറങ്ങുമ്പോഴേ നമ്മള് നല്ല പാട്ടൊക്കെ ഇട്ടാണ്ടല്ലേ ഈ ഊഞ്ഞാല് ഊഞ്ഞാലല്ല ഈ തൊട്ടി മാട്ടുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാല് ഇതിന്റെ സൗണ്ട് ഉണ്ടല്ലോ നിങ്ങള് ഇറങ്ങാണ്ട് ആ സൗണ്ട് കേട്ടാണ് കുട്ടി പിന്നെ വരും നമ്മളിപ്പോ ആട്ടി ഉറങ്ങിയാൽ നമ്മൾ ഇതിട്ട് പോയാല് ഈ സൗണ്ട് കേട്ടാണ്ട് കുട്ടി വരും പിന്നെ ഞാൻ പാട്ട് അടിയാണ്ട് ഞാൻ അറിഞ്ഞ പാട്ട് ഏത് കുട്ടികളും ഉറങ്ങും നിങ്ങൾക്ക് അറിയാലോ പാട്ടാടി കൊടുക്കുന്ന പാട്ട് പാടി കൊടുക്കുന്ന മണ്ണും മഴയും പ്രേമിക്കുന്നേരം മഴയും കെട്ടിപ്പോണേരം പൂങ്കവനമില്ല പൂത്ത പണമില്ല ചുട്ടിപ്പിടിക്കുവാൻ വാഹനമൊന്നില്ല പാലാണ് പ്രേമം തേനാണ് പ്രേമം ഓളെ മൂന്നൊന്ന് കാണിച്ചു കൊടുത്ത എങ്ങനെ പിന്നെ ഈ കുട്ടി ഉറങ്ങുക ഓള് പാട്ട് ആസ്വദിക്കും ഇഞ്ച പാട്ട് കേട്ട ഒരിക്കലും കുട്ടി ഉറങ്ങൂല കുഞ്ഞോളെ കാരണം കുട്ടി ഉറങ്ങല്ല ഓള് പാട്ട് ആസ്വദിക്കാണ് ജിബ്രാനെ മാറുന്ന ഒരു കാര്യം പറയട്ടെ വേഗം ഉറങ്ങിക്കോ നല്ലോണം മേത്ത് വരുത്താവും ചെലുത്തുന്നു കേട്ടോ ഞാൻ പാട്ട് അടിച്ചിരുന്നത് ഉറങ്ങാൻ വേണ്ടിട്ടാണ് പക്ഷെ എന്റെ പാട്ട് കേട്ടാലേ കുട്ടികളെ ഉറങ്ങൂല ഞാൻ എന്റെ പാട്ട് കേട്ടാ കുട്ടികൾക്ക് അത് ആസ്വദിക്കാനുള്ള ഒരു മൂഡ് വരികയാണ്
അന്റെ പാട്ടൊക്കെ എല്ലാവർക്കും കൂടി പോവാണ് നിങ്ങളെ പാട്ട് കേട്ടുങ്ങ. അതന്നെ, അതായത് കുട്ടിക്ക് പാട്ട് കേട്ട് നിക്കണം. ഞമ്മക്ക് അങ്ങനെയല്ലേ, നമുക്ക് ഉറക്കം വരുമ്പോ നമ്മള് നല്ലൊരു സംഭവം കേട്ടാ അത് കേട്ടിരിക്കൂലേ. എന്റെ പാട്ട് കേട്ട കുട്ടികൾ ഉറങ്ങും. അതെന്തുകൊണ്ടാ? കാരണം ഇത് സഹിക്കാൻ കഴിയുമല്ലോ. ഇത് വേഗം ഒന്ന് കണ്ണും ചെവിയൊന്ന് അടച്ചെങ്കിൽ അല്ലെങ്കിൽ വേഗം ഒന്ന് ഉറങ്ങിയെങ്കിൽ എഴുതിയിട്ട് ഉറങ്ങണാണ് കുട്ടി അല്ലേ. കള്ളിപ്പെണ്ണേ ചെല്ലക്കൊയിലേ മുല്ലപ്പൂവിൻ ചെലുള്ളോളെ ദിൽ की रानी अस लगे तो तू है पानी നീ എന്റെ ഇടനെഞ്ചിൽ സുൽത്താനല്ലേ എനിക്കെന്നും മുഹബത്തല്ലേ വർണ്ണങ്ങൾ താഴ്വാരത്ത് മൊത്തം കാണിച്ചെടുക്കാനാണ് വേക്കൊടുങ്ങളപ്പഞ്ചെടുത്ത് കയറിയ വർണ്ണങ്ങൾ ഈ താഴ്വാരത്ത് വരുമോ എൻ സഖിയായി പ്രിയനോടൊത്ത് മുത്ത നീവനാനടി സ്വത്ത നീ വാ ഒന്ന് കെട്ടിപ്പിടിച്ച കുട്ടീനെ എന്നിട്ട് ആട്ടിക്കങ്ങട്ട് എന്താ ആട്ടി ഉറക്കെ ആ മക്കള് വരാനായി. ഇപ്പൊ പുളിഞ്ച പണി ഒരുങ്ങിയിട്ടില്ല. ഇവനാട്ടാനെ ഏൽപ്പിച്ചാലേ പ്രശ്നം എന്താ അറിയോ, അതല്ലേ വിറ്റ് ഇന്നാളൊരു നിങ്ങളില്ല ഇവിടെ. അപ്പൊ ഞാൻ ജിബ്രാനോട് പറഞ്ഞ ആട്ടി കൊടുക്കേ പറഞ്ഞു. എന്നുവെച്ചാൽ പണിയെടുക്കാൻ ഞാൻ തിരക്കിലാണ്. അപ്പൊ ആട്ടി കൊടുക്കേ പറഞ്ഞേ. പിന്നെ എന്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഇപ്പൊ രണ്ടാൾ ഒച്ചയില്ല. വന്ന് നോക്കിയപ്പോ ഓൻ ഇതിൽ കടക്കുന്നുണ്ട്. തൊട്ടിലുണ്ടല്ലോ ഓനക്ക് ഒരു കൗന്നുള്ള കടത്ത. അപ്പൊ അങ്ങനെ കടക്കലായിരുന്നപ്പോ പോനെ കടന്നുറങ്ങിക്കണ്. അതായത് ഇവനൈക്കട് കടക്കും ടീഷന്റെ മേത്ത് കൂടെ രണ്ടാളും ഉറങ്ങിക്കണ്. ഞാനെടുത്ത് കടത്തിച്ച് പാവം തോന്നുക. നമ്മള് ഇഞ്ഞ ഇടങ്ങാറാക്കണ്ട കരുതിങ്ങാണ്ടേ ഇവരാട്ടി ഉറക്കിങ്ങാണ്ട് ഉഷാറാട്ടോ. പക്ഷെ ബനു ആ കൂട്ടത്തിൽ തൊട്ടിയിലോളം മേത്ത് കൂടെ ഉറങ്ങുന്നുള്ളൂ. ടീഷ നൊലോച്ചാനും കൂടി ഉറങ്ങും. പക്ഷെ വേറെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവനെ ആട്ടാൻ വാട്ടിയാണ്ട് ഉറക്കും. ഉറങ്ങിയിട്ട് ഇവന് ഉറങ്ങണ കാണുമ്പോ ഇവനൊരു സിമ്പതി നമുക്കൊക്കെ ഉണ്ടല്ലോ. കുട്ടികൾ ഉറങ്ങണ കാണുമ്പോ നമുക്കൊരു പുതിയാളൊരു ഒരു ഉമ്മക്കാൻ അങ്ങനെ ബൊമ്മക്കും കുട്ടിയാണ് വരും. എന്നിട്ട് പിന്നെയും കുറെ നേരം ആട്ടിയിട്ട് ഉറക്കും. നാട്ടിഷന്റെ ഒപ്പം കടന്നു കുറച്ചു നേരം. കാരണം ഇല്ലാതെ കടന്നോളാം മേത്ത് കൂടെ. ഒക്കെ നല്ല ഇഷ്ടമായി. ഇഷ്ടാട്ടത് ഒക്കെ അങ്ങനെ ഓനെ വേദനിപ്പിക്കണൊന്നുമില്ല. വേദനിപ്പിക്കരുത് കുട്ടീനെ. അത് ഓന് ജിബ്രാന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ജിബ്രാന്റെ ഒരു പ്രത്യേകത എന്താ കുഞ്ഞോളെ പറ. ഓന് എന്താ നമ്മളാരും ഇല്ല, ഓൻ ഒറ്റക്കാണ് ആട്ടണെന്നുണ്ടെങ്കിൽ നല്ലപോലെ അതിനെ ആട്ടും. ഓന്റെ ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഓൻ ഇങ്ങനെ അതിനെങ്ങനെ പീപ്പിച്ചു തല പൊത്തിയാണ്ടല്ലോ പൊട്ടും. രീതിയിലാട്ടല്ലോ കേട്ടോ മാനെ കേട്ടോ. എടി ഞമ്മക്ക് മറ്റേ ആ പുല്ലുകളൊക്കെ ഒന്ന് വെട്ടണം കേട്ടോ. എന്ന് ചെടിത്തോട്ടത്തെ ടിഷ ഒന്ന് ഉറങ്ങ്. കൊറേ പണിയുണ്ട് ഇവിടെ കേട്ടോ. ആ അമ്മച്ചി ഒന്ന് തുടച്ച് വൃത്തിയായിക്കോട്ടെ ആക്കാം. ചോറിന് കൂട്ടാനാവണമെങ്കിൽ ചോറ് വെച്ചാൽ കാണാൻ പെണ്ണുങ്ങൾ ചൂടാണ്. മുഖമൊക്കെ കനപ്പിച്ചണം. അപ്പൊ എന്താ എന്റെ തള്ള അങ്ങനെ മുഖം കനപ്പിച്ചണ എന്താ ഉറങ്ങിയിട്ടുണ്ടാവൂല. എന്നിട്ട് അന്നേയും നോക്കണം, കുട്ടികളെ മറ്റോലെയും നോക്കണം, ഇനിയും നോക്കണം, എല്ലാരും നോക്കാൻ എന്റെ തള്ളക്ക് വെജാന്ന് എന്റെ തള്ള പറയണത്. എന്താ ചേർന്ന് വെജാ ഇനി തടിച്ച് വൃത്തിയാക്കട്ടെ. മറ്റോൽക്ക് പെരത്താനോ വരാനായി. ഇബ്രാഹിമും ഔദുക്കുഞ്ഞും സ്കൂളിൽ പോയി കടപ്പ വരുമല്ലേ. അങ്ങനെ ഗായ്സ് നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടല്ലോ. അല്ലടാ വന്നില്ലേ? നീയും വന്നോട്ടാ. പിന്നെ വരാതെ തിന്നോണ്ട് എന്ത് ഇങ്ങോട്ട് നോക്കടാ. മുഖത്ത് നോക്കി വർത്താനം പറയടാ. എന്ത് അതെന്ത് 3 ദിവസം സ്കൂളിലാത്ത? പൊതുവധിയാണല്ലോ. എന്തൊക്കെയാ അവധിയുണ്ട്. സ്കൂൾക്ക് പോയാ പിന്നെ 2 ദിവസം ലീവ്. ആരത് പറഞ്ഞത്? മാമ്. എന്താ പറഞ്ഞേ? 3 ദിവസം സ്കൂളില്ല. മെസ്സേജ് വിട്ടുക്കും ഇട്ടില്ലേ? എന്ത് മെസ്സേജ് അയച്ചിനോ? ഞാൻ നോക്കിയിട്ടില്ല. നമുക്ക് ആ സോഫ ചവിട്ട് നോക്കാം. അല്ലടാ എനിക്കൊന്ന് മുട്ടും കാലും എത്തിയാണ്ട് ഒരു മൂലക്ക് ഇരുന്നാണ്ട് അയച്ചൂടെ? ജനക്കാലും അടക്കാൻ പഠിച്ചിട്ട് പക്ഷെ ഓൻ വിളിക്കണിട്ടില്ല പോടാ. കുട്ടിയാക്ക് വിളിച്ചണില്ലല്ലോ. അത് അന്നെ വിളിച്ചു പോടാ പോടിയല്ലേ. ഓൻ
ഇത്ര ഓല് 3 ഇനി ഇതുവരെ പോടിന്ന് വിളിച്ചിട്ടില്ല. ഇങ്ങനെ കുട്ടികളെ പേടിപ്പിച്ചും തച്ചും കൊണ്ടിറക്കും. എനിക്കറിയാം, ഞാനും ഓലേറ്റ് ഫ്രണ്ട്ഷിപ്പാണ്. ഞാനാണ് നിങ്ങളിലേറെ ഓലേറ്റ് ബോണ്ടിങ്. പക്ഷെ അത് ഒരു ഏതാണ്? എന്നിട്ട് പോനെ തച്ചതോ ജിബ്രാനെ തച്ചതോ? തല്ലല് ചിലപ്പോ ഞാനാക്കാരോ. എന്ത് ആരാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ തല്ലല്? സത്യം പറഞ്ഞോ? നോണ നോട്ട് നോണ. ദിസ് ഈസ് നോട്ട് നോണ. വൈ? സത്യം. This is satyam. This is true. This is fact. No fact. This is true. Fact. False അല്ല പറഞ്ഞ fact. Fact. അതാണ് ഫാക്ട്. സത്യാവസ്ഥ ഒക്കെ പറയില്ല അവള്. എന്ത് അൻവി എപ്പ ആരാധ്യ ജി എന്നോട് ഇറങ്ങണേ. കണ്ട പെൺകുട്ടികളെ ലൈനാക്കിയാണ് ഇങ്ങോട്ട് വന്നാലേ മോദി കുത്തി പൊളിച്ചിട്ടേ. പക്ഷെ അതിപ്പോ എന്തിനാണ് ഓനക്ക് ഇത്ര വലിയ സങ്കടം അൻവി ലീവ് ആവുമ്പോ? അൻവി ഓന്റെ ആരാ? എന്റെ ആരാടാ അൻവി? വ്ളോഗർ ടിഷ ബേബിയാ? പറയേ എന്തേലും പറയേ. കൈ തരൂല. ക്യാമറ ഇല്ലാത്തപ്പോ ഇങ്ങനെ തത്ത ചെലക്കണേ ചെലക്കാതെ. എന്ത് ഉറക്ക പറ കേക്കണില്ല. ഇങ്ങോട്ട് നോക്കി പറയണ ഞാനിപ്പോ. അല്ല അൻവിയും അബ്രു അൻവിനെന്തിനാണ് അബ്രു ഇങ്ങനെ ഇതാക്കണേ എപ്പോഴും പറയണേ? ഓന്റെ ആരാണ്? നിങ്ങൾക്ക് എന്താ കണ്ടാ മനസ്സിലാവൂലേ? എന്താണ് ആരാണ്? ഇജ്ജ് പറയ്. എനിക്കറിയില്ലല്ലോ. അബ്രുവിന് ആരാണ്? ഫ്രണ്ട്. എന്ത് ആര്യാദിനെ കാണാൻ നല്ല രസം. സൗദം പെണ്ണായാലും ഇങ്ങനെ അതേമാതിരി പൊട്ടൊക്കെ തൊട്ടല്ലേ തന്നെ. അനക്കാരാ ഇഷ്ടം? ആരാധ്യനെയാണോ അൻവിനെയാണോ? കാര്യത്തിലാ ഓളുജും ഫ്രണ്ട്സാ? ഫ്രണ്ട്സങ്ങള് അനോക്ക് ഇഷ്ട തന്നെ? ഓനോട് ഒരു പെണ്ണാക്കി മാറ്റിക്കളി. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇതേ വളവിലും ഈ ബാക്കിലും വളർത്തിയാ മതി. മറ്റേ ഇഷ്ടമാണ് ഇങ്ങനത്തെ തന്നെ. ഔതാ അതിങ്ങനെ എനിക്കറിയണില്ലേ? അവന്റെ ഫേസ് അതിന് പറ്റിയ ഫേസ് ആണ്. എന്റെ കുട്ടീനെ പെണ്ണുമ്മയാക്കാൻ നിൽക്കട്ടെ. പെണ്ണുമ്മയെ കുട്ടിയെ മറ്റേ അങ്ങനെ തല കുത്തി മറിയണ കുട്ടികളെ മുടിയൊക്കെ കണ്ടിട്ടില്ല? ആ 2 കുട്ടികളെ സൈക്കിളൊക്കെ ഇതാക്കും. മുമ്പാകം നല്ല ഇത്ര ഉണ്ടാകും, ബാക്കൊന്നും ഇങ്ങനെ പോലെ ഉണ്ടാകും. അങ്ങനെ ആക്കടാ എന്റെ കൂടി. അതിന് എനിക്ക് സൈക്കിൾ ഓട്ടാൻ കഴിയും ചെങ്ങ? സൈക്കിളുണ്ടോ? ഇല്ല. സൈക്കിൾ വാങ്ങാൻ കുത്തി. പക്ഷെ അത് നിങ്ങൾ എടുത്ത് ചില്ലാറാക്കി കഴിഞ്ഞു. കിട്ടിയില്ലേ? അല്ല എനക്ക് സൈക്കിൾ കിട്ടിയിട്ട് എനിക്ക് ചവിട്ടാൻ കഴിയൂലല്ലോ. ചവിട്ടാനൊക്കെ കഴിയും എനിക്ക്. ഇവിടെയുള്ള കുറച്ച് വണ്ടികളില്ലേ ഓലത് ഉപയോഗിക്കാത്ത, അത് കൊടുത്തിട്ട് 2 സൈക്കിൾ വാങ്ങാം. ആ പഴയത് വിറ്റിട്ട് 25 സൈക്കിൾ കിട്ടും എനിക്ക്. ഞാൻ വാങ്ങിക്കൊടുക്കുമ്പോ അറിയാം ഓല സാധനം വിറ്റാണ്ട് തന്നെയല്ലേ നിങ്ങള് വലിയ ഇതാ കണ്ടാന്നാണ് പറയൂലേ. അങ്ങനെയല്ല. അല്ലേ ഇപ്പൊ അതിനെതിരെ ഓനോട് ചോദിച്ചു. ഓനാണല്ലോ തീരുമാനിച്ചത്. ജുബ്രു ഓന് ജുബ്രുവിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജുബ്രു ആണല്ലോ. എടാ TV ഓഫ് ആയിക്കാ. TV ഓഫ് ആയിക്കോ. വേഗം ഓഫ് ആക്ക്. ബ്ലോഗ് എടുക്കും. ഓനും ആന്റി ബെന്റി ഒക്കെ സമ്മതം ഇവിടെ ആർക്കാ വേണ്ടത്? ഇവരൊക്കെ സമ്മതം ആർക്കാ ഇവിടെ വേണ്ടത്? ഇല്ല ഔതാ അത് കാണിച്ചു കൊടുക്കുന്നു. നമ്മളെ പാടത്തുനിന്ന് ആ തൊടുന്ന് കുറച്ച് ചളി വാരി തേച്ചിക്ക. ഗൈസ് ഇത് നമ്മള് മാസ്ക് ഇട്ടതാട്ടോ. ഫേസ് മാസ്ക്. ബീച്ചിലും ഊട്ടിയിലൊക്കെ പോയിട്ട് മുഖമൊക്കെ ആകെ കങ്ങി കരുവാളിച്ചു പോയി. ഗൈസ് അടച്ചാ കേൾക്കൂല. എന്തൊക്കെ പോലെ പറയണ അവിടെ? ബിഗ് ബോസ് എന്നൊക്കെ പറയണ എന്താ? ഇങ്ങോട്ട് നോക്കി പറയേ. എന്നാ ചെറുക്കിനെ കൊണ്ടുപോ. എടീച്ച് വല്ല വിശക്കണീന് തരുവി. ഉച്ചക്ക് ചോറ് തിന്നിട്ടില്ല. ഗൈസ് നമ്മളെ ലൈവിന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടില്ല നിങ്ങൾ? ഇനി നമ്മളെ യൂട്യൂബിൽ ഇടയ്ക്ക് ലൈവില് വരും. ഇൻഷാ അല്ലാഹ് തുടങ്ങണേ.
നമുക്കൊരു 5 മണിക്ക് ലൈവ് പോയാലോ? ആർ യു റെഡി? ലൈവ് കഴിഞ്ഞിട്ട് വിത്ത് സൈക്കിൾ വാങ്ങിത്തരോ? എന്നാ ലൈവിന് വേണ്ട കേട്ടോ. സൈക്കിൾ ഇല്ലെങ്കിലും ഇവിടെ പിച്ചവരെ ഏതുണ്ടാക്കണല്ലേ അല്ലേ? സമാധാനം കിട്ടാത്ത രീതിയിലാക്കി എനിക്കൊരു സമാധാനമാണല്ലോ അല്ലെ? ഇഞ്ച സമാധാനം പോയാലാണല്ലോ എനിക്കൊരു സമാധാനം കിട്ടുക. ആ വാങ്ങി തരണ്ട്. പരീക്ഷക്കൊക്കെ എനിക്ക് എത്ര മാർക്കൊക്കെ നോക്കട്ടെ. എന്ത് ഇംഗ്ലീഷ് പോയിക്കണെങ്കില് സൈക്കിളും പോയിട്ടോ. ഡാജിബർ ഇതെന്തേലും എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറയാൻ നോക്ക. തിന്നാണ്ടല്ല മൈക്കണ്ണാക്കി കുടുങ്ങിയാണ്ടേ. അല്ല റാഷിദ് എന്താ ചോറിന് കൂട്ടാന്? ചിക്കൻ ഉണ്ട്, ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്. തരുവോ? ഇബ്രൂന്റെ അടുത്ത് കൊടുക്കാൻ സ്കൂളിൽ തന്നല്ലേ? ഓന് ഇഷ്ടാ. ഓണ്ട ഈ കുട്ടിക്ക് പിന്നെ ആരും വേണ്ട. ഇബ്രു ഉണ്ടെങ്കിൽ പിന്നെ ടിഷ ബേബിക്ക് ആരും വേണ്ട അല്ലേ ഇബ്രു? അങ്ങനെ ഇട്ട് നോക്കൂ. എന്താ ചോറിന് കൂട്ടാന്? എന്താ ഇങ്ങനെ പുറത്ത് കൂടെ നടക്കണേ? എന്താടേ? എന്താണ് ഇബ്രു എന്താ പറഞ്ഞത്? പോയി കുളിച്ചടാന്ന് പറഞ്ഞു. കുളിച്ചാ ഉമ്മക്കാൻ വരുന്നത് ബാക്കൊക്കെ മലക്കും. ഇബ്രാഹിം ഒരു ഭാഗത്ത് പോയിരുന്നു. അഞ്ഞ് കളിപ്പിച്ചണ്ട. മൂലൊക്കെ പോയിരുന്ന ടി വി കണ്ടെത്തും. എന്നിട്ട് മെച്ചി ചോറൊക്കെ കളിപ്പിച്ച നിങ്ങൾക്ക് ചായയും കടിയൊക്കെ വേണ്ട? ഞാൻ ആദ്യം ചോറ് നോട്ടോ. ഞാൻ കണ്ടിക്കണേ. ആയിക്കോട്ടെ. കുഞ്ഞോൾ വാട്ട് ഈസ് കൂട്ടാൻ ഡേ ടുഡേ? സാമ്പാർക്ക് സാമ്പാറ്, അതിക്ക് ബീട്രൂട്ട് തോരൻ. ദെൻ ചിക്കൻ. വാട്ട് ഈസ് ലഞ്ചോ? ഓക്കെ. ചിക്കനൊക്കെ അടി കരിഞ്ഞോ? അടി കരിഞ്ഞോ? അതിപ്പോ അങ്ങനെ തന്നെയല്ലേ. ചോറ് കുറച്ച് വേഗേറിയാലൊന്നും കുഴപ്പമില്ലായിരുന്ന ആളല്ലേ നിങ്ങള്. വേറെ കുഴപ്പം തന്നെ ഉണ്ട് അവിടെ. കുട്ടീനെ നോക്കിയാ മതി, എന്നിട്ട് എടുത്താ മതി. ആരാ ഇവിടെ ഉള്ളത് പകരത്തിന് പകരം വീട്ടിൽ എത്ര നോക്കാൻ പറയുമ്പോ ഗൈസ് ഈ റാഷിദേ ഈ പകരത്തിന് പകരം വീട്ടിയാലേ എത്ര കാലോളം ഇപ്പം ജീവിക്കാളാണ്. എപ്പോഴും പുതിയ ആപ്പിളാരുടെ ഒരു ബഹുമാനത്തോടു കൂടി പെരുമാറും കേട്ടോ. ഇബ്രാഹിമിന്റെ ഒക്കെ ചില കേട്ടുകാണ്ട് ഓനൊപ്പം കൂടാൻ നിൽക്കരുത്. അത്രയാണ് പറയാം. പിന്നെ ആരാടാ അതാക്കല്? കുട്ടീനെ എടുക്കല്? ഞാൻ നിങ്ങൾ സ്കൂള് വിട്ടാല് പിന്നെ ഞാൻ എടുക്കൂല. സ്കൂള് വിട്ടോളം ഞാൻ എന്നെ കുട്ടീനെ നോക്കല്. ചോദിച്ചോക്ക്. ഇന്ന് നോക്കിക്കണേ. നാട്ടിയൊക്കെ കൊടുത്തിക്കണേ. കണ്ടോ വൈകുന്നേരേ നീ പാടാടുന്നത്? ഞാൻ അതാണ്ട് എല്ലാം കേടെത്തിച്ചോട്ടെ. നോക്കാം ചോറ്റും പാത്രാണ് ഒരു വണ്ടി. ഓനെ ആദ്യമ കയറിക്കാണ്ടിരിക്കുക. ആ സാധനം അവിടെ നീക്കാണ്ട് ആ ട്രാക്ക് പൊട്ടൂലേ. എന്നിട്ട് ഞാൻ അവിടുന്ന് ഓനെ ഉന്തിട്ടിട്ട് ഓനെ ആ സാധനം നോക്കാം. വെള്ളക്കുപ്പി കേടുവന്നിക്കണെങ്കിൽ ഇന്ന് ചൂരലെടുക്കും ഞാൻ. അത് പൊട്ടിക്കണമെങ്കിൽ ചൂരലെടുക്കും ഞാൻ. നിക്ക് പുറത്തേക്ക് എടുക്ക്. ആ നീ വെള്ളക്കുപ്പി പുറത്തേക്ക് എടുക്ക് കേട്ടോ. വെള്ളക്കുപ്പി പുറത്തേക്ക് എടുക്കും മോനെ. എടുത്തിട്ട് കുത്തനെ പിടിച്ചു നോക്ക്. കണ്ടോ? എനിക്കറിയട്ടോ. വേഗം അത് തുറന്നു കാണ്ടൊന്ന് അടച്ചു നോക്ക് മുറുക്കിയാണ്ട്.
ശരിയായിട്ടില്ലെങ്കിൽ ഓനെ കുപ്പി എടുത്താളാ അതിലാകെ വെള്ളാക്കല്ലേ. ഇന്നത് ശരിയായിട്ടില്ലെങ്കിൽ കേട്ടോക്ക്, ഇന്ന് അന ഇറച്ചിയും കേടെടുത്തും മനസ്സിലാക്കി വെച്ചോട്ടോ. അനക്ക് ഇന്ന് നല്ലൊരു അടിൻ്റെ അടുത്ത് നിന്ന് കിട്ടാണ്ട് മനസ്സിലാക്കി വെച്ചോ. എന്ത് എന്തിന് അത് കാട്ടണ പണിയാണ്ട ജി. ആ മേശം അതിലൊക്കെ ട്രാക്കിലൊക്കെ ട്രോളിയിലൊക്കെ കയറി കുത്തിരിക്കുക. അത് പൊട്ടിയ നല്ല പോലെ പറഞ്ഞ എനിക്ക് മനസ്സിലാവോ? കണ്ടോ പിന്നെ എന്താണ് അവനെ കാണുന്നത്. ഇപ്പൊ ചിലവിടെ അങ്ങനെ പറയാം. ആ എനിക്കതല്ല പണി, ഓൻ പറയണോ കേട്ട് നിക്കല്ലേ. ആരെനിക്ക് സൈക്കിൾ വാങ്ങി തരാ? വേണ്ടല്ലോ, സൈക്കിൾ വേണ്ടല്ലോ. എനിക്കോ? ആ ആയിക്കോട്ടെ, എനിക്കോ തരൂട്ടോ. എന്തായാലും എല്ലാവർക്കും കിട്ടുട്ടോ. അപ്പൊ ഗൈസ് ഇങ്ങനെ കുട്ടികൾ ഓവറായിട്ട് നമ്മള് പോടാ പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കൈ എടുക്ക്. നമ്മളെ കുട്ടികളെ നമ്മള് പോടാന്ന് എന്താ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരിയടാ. ഒന്നുകൂടി പറേ, ഒന്നുകൂടി പറേ, ഒന്നുകൂടി പറേ, ഒന്നുകൂടി പറേ. എന്താ കുട്ടി എന്തിനാ ചോദിച്ചേ? ഇതൊന്നും പോയിക്കോട്ടെ. ആ കുട്ടിയാണെന്ന് നോക്കുമ്പോ ഞാനൊക്കെ കറക്റ്റ് അടുത്ത് കിട്ടുക. വെറുതെ അടി വാങ്ങാൻ കണ്ടത് വിശ്വന്നാലോചിച്ചണ്ടാ നോച്ചണ്ടാ. അപ്പൊ കേസ് അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോണ. എവിടെ കുഞ്ഞുള്ള ചോറ് കറി എവിടെ? ഇതാക്കണ ഇത് കോഴിമുട്ട പുഴുങ്ങിയതല്ലേടി? ഇതിങ്ങനെ വെച്ചത് ഉരുണ്ട് ചാടിക്കഴിഞ്ഞാ പിന്നെ എന്തിനേലും പറ്റും അത്? ഏത് പൊട്ടി പൊട്ടി എന്തിനാ എടുക്കണേ ജി? ഇല്ലല്ല നന്നാറാനല്ലേ ഇബ്രാഹിം. ഒരേ സൈസ് അല്ലേ? മേത്തുനിന്ന് വിടടാ. ഇജുണ്ടല്ലേ ഒരു നല്ല ആളെ. ഗൈസ് അപ്പൊ ഞാൻ കഴുകി കേട്ടോ. ഓക്കെ, അകലെ അകലെ പള്ളി മിനാരം. അങ്ങനെ ഗൈസ് അപ്പൊ കുറെ കാലത്തിന് ശേഷം മൂക്കുത്തിപ്പെങ്ങൾ വേദിയിൽ എത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഇറ്റ്സ് ലൈവ് നോട്ട് ലൈവ്, ദിസ് ഈസ് വ്ലോഗ്. എന്താടാ ആ കുട്ടികളെ മുന്നിലേ നിങ്ങളെ മണല് വെറുതെ കച്ചറക്ക് വേണ്ട. എന്ത് നല്ല അഭിപ്രായമാണ്. പെരേക്കുമ്മക്ക് ഏറ്റവും നല്ല ഡൗട്ടാണ്. ഇവിടുന്ന് ഏതായാലും ചോറ് തരൂല. പിന്നെ എന്റെ സ്ലിംറ്റിയാണ് എടുത്ത് ആണ്ടാക്കണ പോലെ വലിച്ചെറിയില്ല. ഞാൻ വെറുതെ കേട്ടോ. എടാ എന്റെ മൂക്കൊക്കെ പോയി ക്ലിയർ ആയി ബ്രോ. ഇത്ര ഒച്ചൊന്നും എനിക്കില്ല. അല്ലട്ടോ ഗൈസ്, വീഡിയോയിലായതുകൊണ്ടാണ് നമ്മളിപ്പോ മാന്യമായിട്ട് പ്രതികരിച്ചത്. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഈ ഔദന്റെ ഒക്കെ ചെറിയും പല്ലും പോയിനി. ആ ഗൈസ് ഇത് ഇബ്രു ഉണ്ടാക്കിയ പിസ്താഷിയോ കുനാഫയാണിത് അല്ലേ? ചെടിയാണോ? അതായത് പിന്നെ ക്രിയേറ്റിവിറ്റി ഭയങ്കര രസാട്ടോ. നോക്കാണ് നമ്മളുടെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? അവിടെ ഇങ്ങോട്ട് ടെൻഷൻ. മണലാശിയോ ആണിത്, മണലാശിയോ അല്ലേ? എന്നാ എന്നാ ഇബ്രാഹിം എടാ തട്ട ശരിക്കുക, തട്ട ശരി. ഇതെന്താണ്? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിഞ്ചു ജിമ്മ് കഴിഞ്ഞിട്ട് നേരം കിട്ടാണ് വന്നത്. അപ്പൊ നമ്മുടെ യൂട്യൂബിൽ നമ്മളെ ലൈവ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ലൈവ് കാണാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ ലൈവില് ഫുള്ള് അലമ്പും കച്ചറയാണ് ഇന്നത്തെ ലൈവില്. അപ്പൊ നമ്മളെ വീഡിയോന്റെ വ്ളോഗിന്റെ ഇപ്പുറത്തുണ്ടാവും. നിങ്ങൾ യൂട്യൂബിൽ കയറുമ്പോ തന്നെ പോസ്റ്റ്, ഷോർട്സ്, കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞങ്ങനെ കാണുമല്ലോ. അതിന്റെ ഇപ്പുറത്ത് ലൈവ് എന്നൊരു ഓപ്ഷൻ, അതിന് നെക്കി ഇന്ന് ഇട്ട ലൈവ് കാണാം. ഓക്കെ, ഈ വീഡിയോ നാളെ വരിക. ചിരിച്ചാണ് മരിച്ചു. എത്ര ആളാണ്
അതന്നെ അല്ലേ മരിച്ചാതെ അതെ അല്ലേ ഔതാ ഏതാ ഈ വേഷം ഔതന്റെ ഈ വേഷം ഒന്ന് കാണിച്ചു കൊടുക്കൂ ഗൈസ് പുതിയ എന്റെ ആദ്യം മൂക്കൊന്ന് അടിക്ക എന്താണ് ഇവിടെ ഇതെന്താണ് കുനാഫ ചോക്ലേറ്റിന്റെ ഇത് മറ്റേ കുനാഫ വെള്ളം എന്തോ എന്നാ നിശാ അപ്പൊ ഗൈസ് ഇത് നമ്മളെ ഔദന് സിൽക്ക് സിമിതന്റെ ഡ്രസ്സ് സെറ്റ് ആക്കിയതാണ് കേട്ടോ ബിക്കിനി സെറ്റ് ആക്കിയതാണ് അതായത് ട്രൗസറും ഷെഡ്ഡിയും ഒക്കെ പാടെ ഷെഡ്ഡിയും ഷെമ്മിയും ഒരുപോലെ ഒറ്റ ഇതിൽ അയച്ചപ്പോഴത്തിന് ഇതാണ് അന്യ പരിപാടിക്ക് പറ്റില്ല ഇതിൽ പറഞ്ഞ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നൈഷാബീഗം ഉണ്ട് ഇവിടെ വേദിയിൽ നൈഷാബീഗം എന്താണ് ഈ ഒരു അവസരത്തിൽ ഇങ്ങോട്ട് നോക്കി ചലക്കാനുള്ളത് ചലക്ക് മുതലനൊക്കെ ലോക്ക് ചെയ്യണവര് ഇങ്ങനെ ലോക്കാക്കിയേക്കണേ അടുത്തതായി മാർക്ക് അടുത്തതായി ഇനായ എന്താണ് ഈ ഒരു അവസരത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്ത് കുഞ്ഞോളാ എവിടെയാണ് എന്താ പണി കുഞ്ഞോളെ കുട്ടികളെ നോക്കാം അപ്പൊ നമ്മളെ ലൈവിന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടല്ലേ ഗൈസ് നിങ്ങള് ഫുള്ള് കോമഡി കാര്യം നമ്മളെ ലൈവ് എന്ന് പറയുന്നത് നമ്മളെ ഈ സൂപ്പർ ചാറ്റോ അല്ലെങ്കിൽ പൈസക്ക് ഇതിനോ വേണ്ടിയിട്ടില്ല നമ്മളെ നിങ്ങളായിട്ട് സബ്സ്ക്രൈബേഴ്സിനോട് ഇന്ററാക്ട് ചെയ്യുക കുറച്ച് നേരം അപ്പൊ നമ്മളെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന്റെ അടിയിൽ നോട്ടിഫൈ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും നോട്ടിഫൈ അതിന് നെക്കി വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് നമ്മൾ ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ മറക്കല്ലിട ഗൈസ് ഏതായാലും നിങ്ങളെ സമ്മതിക്കണം കേട്ടോ നിങ്ങൾ കുറച്ചൊരു അന്തം നിങ്ങൾ ഇനിയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യോ ഗൈസ് നോക്കാണ് ഇവന്റെ പുതിയൊരു ക്രിയേറ്റിവിറ്റി എങ്ങനെ സാധിക്കുന്നു എനിക്ക് കണ്ട ചിഞ്ചുവിനെ കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കാൻ എന്തിനാന്നോണ അറിയണേ ഏത് ചിഞ്ചു കൊടുത്താണിതേ ഇത് കണ്ടെങ്കിൽ ഗൈസ് നമ്മളെ കുട്ടികൾക്കൊക്കെ ചിഞ്ചു കൊടുക്കണ എന്താ വെച്ചാല് പിസ്തന്റെ കുരു പിസ്തന്റെ തോട് അതായത് പിസ്തകള് ഫുള്ള് തിന്നുകാണ്ട് കുട്ടികളെ കൊതിപ്പിക്കാൻ ഈ പിസ്ത ഞാനൊക്കെ പണ്ട് ഇന്ത്യക്ക് ചെറുപ്പത്തില് ഞാൻ കുഞ്ഞോളെ എനിക്കൊന്നും പിസ്ത കിട്ടൂല കാരണം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പിസ്തല്ലല്ലോ എന്നിട്ട് ഇതേമാതിരി ഗൾഫുകാർ കൊണ്ടുവരും ഗൾഫിൽ നിന്ന് കൊണ്ടുവരും അത് നുള്ളിപ്പറച്ചല്ലേ പോടുന്നു ഗൾഫിൽ നിന്ന് പിസ്ത കൊണ്ടുവരും പൈസക്കാരെ വരക്കാര് ഗൾഫുകാര് എന്നിട്ട് ഓല മിറ്റത്തേക്ക് തെറിഞ്ഞു വെക്കും ഞങ്ങൾ എന്താ കാട്ട് വെച്ചാൽ മിറ്റത്തേക്ക് പിസ്ത എറിഞ്ഞിട്ട് അയിമെന്ന് ഇങ്ങനെ ഇത് മുക്കിക്കണ മണ്ണില് മുക്കിക്കണം അല്ല എടജാതെ അതില് മുക്കിക്കണ ഇച്ചറിയോ എന്താണ് എന്താടാ പറയൂ എന്താണ് എന്താടാ ഇപ്പച്ചിനോർക്കെതിരെ കഴിച്ചുകൊണ്ടിരുന്നത് എന്താണ് എന്റെ പ്രശ്നം ഇത് കുറെ നേരമല്ല ഇപ്പൊ കളിച്ചത് എന്താണ് ഇപ്പൊ എനിക്കൊന്നും ചലക്കാലല്ലോ വെറുതെ അങ്ങോട്ട് വിളിച്ച ഇപ്പറങ്ങാണ്ട് എന്നിട്ട് പിന്നെ എന്താണെന്നൊന്നുമില്ല വെറുതെ നല്ലപോലെ കേട്ടിക്കണെങ്കി പോവാൻ പറയില്ലേ എന്താണെന്നുള്ളത് അറിയില്ല ഓനൊന്നുമില്ല ഓനോട് ചോദിച്ചു നോക്കാം നമുക്ക് എന്താണ് ജിബ്രാൻ ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് കസാല അതേ ഇനിട്ടോ അതായത് ഗൈസ് അതിൻ്റെ അടുത്ത് തെറ്റ് പറ്റിപ്പോയി ഇങ്ങോട്ടേക്ക് അവിടുന്ന് ഇങ്ങോട്ട് വീഡിയോ എടുക്ക് അതിൻ്റെ അടുത്ത് തെറ്റ് പറ്റിപ്പോയി കാരണം ഇതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ട കഴിവാണ് കാരണം ഈ കസാല ഇപ്പൊ പൊട്ടിച്ച് അവിടെ അന്ന് ഞാൻ എന്റെ കഴിവൻ കാണിച്ചിട്ടില്ല ടിഷ ബേബി ഗൈസ് ടിഷ ബേബി ഓൺ ഫയർ ആണ് കാരണം 1 ലിറ്റർ പാല് കുടിച്ചിട്ടുണ്ട് കുഞ്ഞോള് റൂമിൽ കൊണ്ട് 1 ലിറ്റർ പാല് കൊടുത്തിട്ടുണ്ട് ടിഷ ബേബി ഓൺ ഫയർ ആണ് ഇബ്രാൻ ഒന്ന് മാറി നിൽക്കോൾക്ക് എന്തെങ്കിലും പറയണ്ടാവും ഓക്കെ എന്തൊക്കെ പറയണ്ടാവും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് ഇജയ് എന്റെ ഈ മകടിയും കൊണ്ടേ ഒന്ന് പുറത്ത് പോയി എന്റെ മണലും മെറ്റലും ഒക്കെ പാടെ കൊണ്ട് ഓനെ ഒരു കുടിച്ച് മണലേറ്റ് നടക്കുക ഈ ഔത്ത് കൂടെ ഭയങ്കര അല്ലേ അത് ഇതാക്കണേ നൈഷ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് നൈഷ ഇത്രയും ദാരിദ്ര്യ എനിക്കൊക്കെ അത് തള്ളനോട് എനിക്ക് നല്ലൊരു ഡ്രസ്സ് എടുത്ത് തരാൻ പറഞ്ഞൂടെ അല്ല അതിനൊക്കെ ഒരു നല്ലൊരു ഡ്രസ്സ് ഇവിടെ മാപ്പിളക്കെ അൽ ട്രൗസർ ആണ് പോലെ എന്താണ് അൽ ട്രൗസർ ടൈലർ ഷാപ്പ് ഈ കുട്ടിക്ക് അടിച്ചെടുത്ത ഡ്രസ്സുകൾ കാണണം അന്നവിടെ എന്നാ ഹാൻഡ് മെയ്ഡാ ഇത് കണ്ടിട്ട് ചന്തിമേഡാണ് കാരണം ചന്തി കൊണ്ടാണ് കീറിക്കണേ ഹാൻഡ് മെയ്ഡ് ആവുമ്പോ എന്താണ്
എന്താണ് ചന്തി ചന്തി വന്നത് പിന്നെ ചന്തിന്ന് പറഞ്ഞക്കല്ലേ, ചന്തി കാണിച്ചു കൊടുത്തക്കല്ലേ സബ്സ്ക്രൈബേഴ്സിന്. എടാ ചന്തി അറിയണ തോന്നിയസനല്ല, കയ്യോട്ട് ചന്തി അറിയണ തോന്നിയസനല്ല. CHANDHI എന്ന് ഞാൻ പറയുള്ളൂ, ഞാൻ ചന്തി അറിയില്ല. CHNDHI എന്ത് CH എന്തിനാണ് ആ ബോക്സ് ഒക്കെ എടുത്ത് നിൽക്കണേ? ദേക്കോ ക്യാമറയിലേക്ക് തേക്കടാ. പിന്നെ അക്കാര്യമായിട്ട് ഓള് പാൻ ഭാര്യ അതല്ല പുതിയ പറഞ്ഞ ചെറുപ്പം അപ്പൊ എഫക്റ്റീവ് ആണോ നോക്കണേ? അത് എഫക്റ്റീവ് ആണോ എന്ന് ഇവരൊന്നും തലയിൽ നോക്കിയിട്ടില്ല, എന്റെ തലയിൽ നോക്ക്. എന്റെ തലയിലില്ല, നൈഷന്റെ തലയിൽ അന്റെ നൈഷന്റെ തലയിൽ പേനുണ്ടോ? എന്താണ് സിബത്തെ, എന്റെ കുട്ടിന്റെ തലയിൽ പേനുണ്ട് എന്നാണ് പൊതുസമൂഹത്തിനോട് ഓള് പറഞ്ഞത്. ഇതിനെതിരെ നല്ല തലയിലാണ് പേൻ ഉണ്ടാകുക. അതല്ല, എന്റെ കുട്ടിന്റെ തലയിൽ പേനുണ്ട് എന്നാണ് പൊതുസമൂഹത്തോട് ചിഞ്ചു പറഞ്ഞത്. അതിനെതിരെ എനിക്ക് ശബ്ദിക്കാനൊന്നുമില്ല. ഓള് എടുത്തു കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കൊരു ശബ്ദിക്കാനുമില്ല. സന്തോഷം. ഓള് എടുത്തു കൊടുക്കുന്നുണ്ടല്ലോ. പേൻ എടുത്തു കൊടുക്കുന്ന ചിഞ്ചുവിനെയാണ് നിങ്ങൾ വേദിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാൻസിയിലെ ഈ ചീർപ്പ് വളരെ ഉപകാരപ്രദമാണ്. ചീർപ്പിന്റെ പ്രൊമോഷൻ ആണെന്ന് വിചാരിക്കരുത്. കാരണം ഈ ചീർപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നൈഷന്റെ തലയിൽ നിന്ന് 13 പേനിനെ ചിഞ്ചു നേടിയെടുത്തത്. പിന്നെ ആ ഇവിടെ നിന്ന് പൊട്ടിച്ചാൻ ഇതിന് നിൽക്കണ്ട, കൊണ്ടേക്കോളി പുറത്തേക്ക് പേര് തറവാട്ടിക്ക് കൊണ്ടേക്കോളിട്ടോ. ടിഷ ബേബി, ഈ ഒരു അവസരത്തിൽ എന്താണ് ടിഷ ബേബിക്ക് ചിലക്കാനുള്ളത്? തത്ത ചിലക്കുന്നത് പോലെ ചിലക്കുന്നു ഉണ്ടോ സബ്സ്ക്രൈബേഴ്സിനോട്? ഇപ്പോള് എങ്ങനെ നിങ്ങളെ തന്താൻ സബ്സ്ക്രൈബേഴ്സിന്റെ തന്താൻ ടിഷ ബേബി. തന്താ സബ്സ്ക്രൈബേഴ്സിന്റെ തന്താൻ പറയ്. ഈ പ്രായത്തിൽ തന്നെ ഈ ചെറിയ കുട്ടി തന്തക്ക് വിളിച്ചു ഇതാക്കണെന്നാ. സോറി ട്ടോ ഗൈസ്, പാവാണ്, അന്തല്ലാത്ത കുട്ടിയാണ്. ജിബ്രാൻ ഇതാക്കണേ നമ്മളെ കേസ് വെച്ച് വന്നിക്കണം കേട്ടോ. കാരണം ഇത് ഇനി കാണിച്ചിട്ടില്ലെങ്കിലും അവന് ഭയങ്കര ടെൻഷനായി. കാരണം അതുകൊണ്ട് ഒന്ന് കണ്ടാണ് ഒരു ലൈക്ക് കൊടുക്കട്ടോ. ജിബ്രാൻ നല്ല കുട്ടിയാണ്, ഐ ലവ് യു കുട്ടിയാണ്. ഞാൻ മാറുന്ന ഏരിയ കൂടെ വന്നാ കരുതിക്കല്ലോ. അപ്പൊ കുഞ്ഞോളെന്ന് എന്താണ് ചോറ്റക്ക് കൂട്ടാന്? ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ എന്താ ചിക്കന്, പിന്നെ സാമ്പാറ്. പിന്നെ അറിയണത് എന്താണ് ആ സ്പൈസ ചോറിന് കൂട്ടാനല്ലേ? ചിക്കൻ നിങ്ങളെ ഈ ഹാളിലേ ഒന്ന് ഇപ്പം വരാതെ ഒന്ന് പുറത്തേക്കാണ് പോയിക്കാണേ. പുറത്തേക്ക് പോയിക്കോ പോട്ടണ്ട്. എന്ത് ഒറ്റക്കൊരു തീറ്റ തിന്നീനി ചോറ്. ചിക്കൻ ഫുള്ള് തിന്നോ മാതിയോ? ഞാനൊരു വലിയൊരു ചിക്കൻ കൊണ്ടുവന്നിട്ട് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു. 2 ദിവസം വെച്ചില്ല, ഇന്നലെയും വെച്ചു ഇന്നും വെച്ചു. നന്നായാലും മീൻ പോയിന്, ഫ്രഷ് മീന് മതിയല്ലോ, പറഞ്ഞില്ലല്ലോ. ഞാൻ ഇങ്ങനെ കൂട്ടാൻ ഓൾറെഡി കൊണ്ടുവന്നതല്ലേ എന്റെ ഓർമ്മയില്. അത് നിങ്ങൾ ഫുള്ള് ഭാര്യ വലിച്ചു. എന്താ മീൻ കൊണ്ടുവന്നപ്പോഴെ മുഖം എങ്ങനെയൊക്കെ ഗൈസ് നമ്മളുണ്ടല്ലോ ഗുഡ്സിലൊക്കെ കാണുമ്പോ ഇത്ര വലിപ്പല്ല മാന്തള 1-2 കിലോന് കൊണ്ടുവരും. അല്ല മാന്തളേ ഗൈസ് 10 മണിക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് അറിയണേ. ഞാൻ അത് ഫ്രിഡ്ജിക്ക് വെച്ചു. അയിലയും കൊണ്ടുവന്നിക്കണം. അയിലയാണല്ലോ സുഖം. അപ്പൊ അയിലെടുത്ത് കറി വെക്കാതിരിക്കാണ്ട് ഞാൻ അത് ഫ്രിഡ്ജിക്ക് വെച്ചു. അപ്പൊ അതിന് കുറച്ചൊരു 8 എണ്ണം എടുത്ത് പൊരിച്ചിട്ട് വെച്ച്. 8 എണ്ണാണ് ഞാൻ ചോദിച്ചേ, അധികം ഒന്നും വേണ്ട എനിക്ക്. 8 അയില, സോറി 8 മാന്തൽ. തറവാട്ടിൽ നിന്നില്ല സ്വഭാവം തന്നെ മാറിയിട്ടില്ലല്ലേ. ഓനൊരു മീൻ കൊണ്ടുവരും. കണ്ടോ ഇവിടെ കാര്യം എന്താ പറയാ, ഞാൻ തറവാട്ടിലാന്ന് ചെലവിന് നോക്കൂല, ചെലവ് നോക്കൂല. ഇപ്പൊ സത്യം പുറത്തു വന്നു അഞ്ചുമണിക്ക് അന്നൊന്നും ചെലവ് നോക്കും. കാക്കു മീനോട് കൊണ്ടുവരും കൊട്ടമാന്തള്. എന്നിട്ട് ഓന അതിനുള്ള ഡിമാൻഡ് എന്തൊക്കെ അറിയോ? രാവിലെ അപ്പത്തേക്ക് പുളിങ്കറി, നല്ല ഞെരിച്ച് പൊരിക്കൽ, പറയണോ. ഞാൻ എന്താ പറയുക ഗൈസ്, മാന്തൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചെറിയ മാന്തളാണ് ടേസ്റ്റ് ഉണ്ടാ. വലിയ മാന്തൾ നിങ്ങൾക്ക് അറിയില്ലേ, വലിയ മാന്തൾ കാണാനൊക്കെ നല്ല ചൊറുക്കീകാരം, പക്ഷെ അതിന് മുള്ളുണ്ടാവും, പെരും മുള്ളു കുത്തുന്നത് അങ്ങനെയൊക്കെ. എന്ത് നന്നാക്കാൻ ഒഴിവില്ല കുട്ടികളെ. നന്നാക്കാൻ നന്നാക്കിയും കൊടുക്കും, വെച്ചും കൊടുക്കും. പക്ഷെ ആ നന്നാക്കോളുണ്ടല്ലോ കുട്ടീനെ പിടിച്ചല്, അതില്ലാന്നാണ് ഞാൻ. ഉറങ്ങിയ കുട്ടിനെ ഞാൻ എന്തിനു പിടിച്ചണം? കാരണം അന്ന് രാത്രി കുട്ടി ഉറങ്ങിയിരുന്നു.
സോനുണ്ട് ഈ സോന് നോക്കണം കുട്ടിനെ 5000 കൊടുക്കണ്ടേ ഓനോട് അന്ന് തന്നെ പറയണേ 5000 വീഡിയോമാൻ ക്യാമറമാൻ കുട്ടികളെ നോക്കൽമാൻ പറഞ്ഞിട്ടില്ലേ ഇജ് ഇത്രയും ദിവസം ഇജ് കമ്പനി ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഇജ് 10 ഷോർട്സ് ഇട്ടുക്കണോ എന്നിട്ടല്ലേ 15 10 ഇജ് കറക്റ്റ് ഇട്ടുക്കണോ ഇജ് ഇടൂലെന്ന് എനിക്കറിയാം എനിക്കൊരു ഷോർട്സ് 5 ഇട്ടിട്ടില്ല ഓ 2 ദിവസമാണ് ഓനെ ഒരു മാസം പോയിട്ട് ഒരു 10 ദിവസം വരെ ഓന് പറഞ്ഞ പണിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഓനെ അത് ഓനോട് പറഞ്ഞിട്ടില്ലല്ലോ ശക്തമായി പ്രതികരിക്കും ഓനൊരു +2 പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ഓന് ഇതും പറഞ്ഞിട്ട് വീഡിയോ ഇങ്ങനെ ജോലിപരമായി ഓനെ മാറ്റപ്പെടുത്താൻ പാടില്ല ജോലിപരമായിട്ട് നമ്മളിത് ബാലവേല ചെയ്യിക്കാണെന്ന് കരുതിക്കണം അല്ലട്ടോ ബാലവേലൊന്നുമല്ല ഓന്റെ സ്വയഷ്ടത്തിനോ വന്നത് ഇതേ ഇതൊന്നൊരു നയാ പൈസ അന്ന സോനോ കയ്യിൽ വെച്ചോറ് കൊടുക്കൂല അപ്പൊ കിട്ടണത് കിട്ടിക്കോട്ടെ ചെറുക്കം കുട്ടികളെ നോക്കിയിട്ടാണെങ്കിൽ സോനു ബാലനല്ല ബലാലാണെന്നാണ് ചിഞ്ചു ഈ ഒരു അവസരത്തിൽ പറഞ്ഞത് അതിന് സോനുവിന് എന്താണ് ഈ ഒരു അവസരത്തിൽ ചിഞ്ചുവിനോട് സോനുവിന് എന്താണ് ചിഞ്ചുവിനോട് ചെലക്കാനുള്ളത് ചിഞ്ചുവിനോട് എന്താ ചെലക്കാനുള്ളത് ഇങ്ങനെ ഒരു കുറവനെന്ന് പറഞ്ഞാലേ ഓന്റെ ചില കാര്യത്തിൽ ഓനൊരു കുറവുമില്ല എന്ത് ഡേറ്റിങ്ങോ തോന്നിയ പറയല്ലേ ഷഹാന കമ്മിറ്റഡ് ആണോ ഷഹാനന്റെ ആണല്ലോ അജുവിന്റെ ലൈന് ആ ഷഹാന് അജു വൈബിന്റെ ഷിഫാന് ഷഹാൻ സൂപ്പർ ആയിക്കണ് കേട്ടോ അപ്പൊ ഗൈസ് ഇനി നമ്മളെ ഭക്ഷണം കഴിക്കുന്നതിലേക്ക് കടക്കുകയാണ് ചടങ്ങിലേക്ക് എനിക്ക് വിശക്കുന്നു കുഞ്ഞോളെ ക്യൂട്ടാനുണ്ടോ പിന്നെ ഉപ്പേരി കപ്പേരി ചുപ്പേരി ഒക്കെ തിന്നാതി എനിക്ക് ചിക്കൻ താളിപ്പ് മതി ചിക്കൻ ചുക്ക അല്ലെ ചിക്കൻ ബെല്ലാരി ചിക്കൻ മാസ് എപ്പോഴാണ് നമ്മളെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് 5:45 ഉമ്മ പേരും ചൂടിലാണ് ഗൈസ് ആ ബലാലാളുടെ ഫോൺ എടുക്കാത്ത എന്താന്നൊക്കെ ചോദിച്ചാണ് ഫുള്ള് ചൂടില് എന്താകാ അനക്ക് വിളിച്ചിനെയോ കുഞ്ഞോളേക്കും വിളിച്ചിക്കണായിരുന്നു അന്നെ വിളിച്ചിക്കണ അപ്പൊ ബലാല് ഇപ്പത്തിനെ പിന്നെ ബലാലെ വിളിച്ചൂല കാരണം ഓളെ ദജ്ജാലെ എന്നാ വിളിച്ചല് കാരണം അത്ര ചെറിയ ഇതൊന്നും ഓളെ വിളിച്ചാനേ പറ്റൂല അതെന്തേ വയനാട്ടിലേക്ക് നമുക്കൊരു 2500 റുപ്യക്ക് പോയി പോരാ മേക്കപ്പാ അത് കൂട്ടി പറയണല്ലേ അത് നല്ലതാ ഓക്കെ അപ്പൊ ടീച്ചർ ബേബി അപ്പൊ ഇനി ഞങ്ങള് ഭക്ഷണത്തിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബാക്കി കാണാം ഓക്കെ ഗായ്സ് അപ്പൊ ഇനി ഇന്ന് നമ്മളെ വ്ലോഗ് കാണാൻ മറക്കില്ല ലൈവും ഷോർട്സും ഫേസ്ബുക്ക് റീലും ഇൻസ്റ്റഗ്രാം റീലും ഫാൻസ് അസോസിയേഷന്റെ അക്കൗണ്ടിലിടുന്ന വീഡിയോസ് ഓക്കെ ചോറുന്നുമ്പോ കാണാം ഹായ് ഗായ്സ് അങ്ങനെ നമ്മൾ ഇന്ന് മാങ്ങ തിന്നാൻ പോവുകയാണ് കുഞ്ഞോൾ കുട്ടികളെ ഞെട്ടിക്കുന്നു അതല്ലേ എല്ലാരും കഴിയാൻ അപ്പൊ ഓന് സ്പൂൺ എടുത്തേ തിന്നുള്ളൂ ഇന്നലെ അതേപോലെ ആ ഹോട്ടലിൽ നിന്നുണ്ട് നേരല്ലാത്ത നേരത്തെ തിന്നുമ്പോ ചോർക്കൊക്കെ എടുത്ത് ആ എടാ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഫുഡ് ഉണ്ട് മനസ്സിലാണോ ആണ് പക്ഷെ ഓൻ ഇങ്ങനെ കൊളത്തിയിട്ട് അതിന് ഇറച്ചി കഷ്ണം അപ്പുറത്തെ ടേബിൾ മക്കാ പോണേ എന്തൊരു ടേബിൾ മാനേഴ്സാ പിന്നെ ആ പെരിയിൽ നിന്നാ പഠിച്ചേണ്ടത് ഉപ്പിലിട്ട മാങ്ങമലല്ല പഠിച്ചേണ്ടത് ഒറ്റ കണക്കുള്ള ഒറ്റക്ക് കിട്ടണ ഫുഡ് ഇത് ഇങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കാർ ആ ഉദന്റെ കൈ ഇതിന്റെ ഉള്ളില് അതിലേക്ക് അത് കുത്തുക ആ ആകെ 3 സ്പൂണുള്ളൂ ഇനി ഇതിന് അടിയാക്കാറ് അതാ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു വേറെ ആർക്കും വേണ്ട ആ അതാ സ്പൂൺ വാങ്ങിക്കണം അങ്ങനെയോ മൂടും വിളിക്കും ഇബ്രാഹിമാന്റെ സ്പൂണ് നായ കൊടുത്താ ഗൈസ് അപ്പൊ നല്ല ഉപ്പിലിട്ട മാങ്ങ എത്ര ടൈമിൽ നിൽക്കുന്നു നിങ്ങൾക്ക് വേണോ
മാണി വണ്ടൂര് നിംസിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് ഗുഡ്സിൽ മാങ്ങ വെക്കണ ആള് പച്ചമാങ്ങ അയാളടുത്ത് നിന്ന് വാങ്ങുക. കഴിഞ്ഞോ? ആ മറ്റന്നാളുണ്ട് മറ്റന്നാള് അതിനായി കിട്ടിയാണ് സാധാ അയാളടുത്ത് നിന്ന് മാങ്ങ വാങ്ങിയിട്ട് മാങ്ങണെങ്കി മാങ്ങിക്കോളി മാങ്ങ മാങ്ങിക്കോടി മാങ്ങണെങ്കി മാങ്ങിക്കോളി മാങ്ങ പക്ഷെ അതിൽ ഉപ്പും മുളകൊന്നുമില്ല വെറുതെ ഇത് കുട്ടികൾക്ക് ശരിക്കും വേറെ പ്ലേറ്റിൽ ഇതാക്കിയാൽ മതി. അത് എരി ഉണ്ടായിക്കോട്ടെ അപ്പൊ തീറ്റ കുറയില്ല കൈതേ. ഉമ്മ ചിക്കൻ ഉണ്ടാക്കണ ഉപ്പ് കൂട്ടിട് ഉമ്മ ഉപ്പ് കൂട്ടിട് നാടൻ ചിക്കനൊക്കെ വെച്ചാല് അപ്പൊ ഞങ്ങളാരും തന്നല്ലോ ഉപ്പ് കൂടി എന്നിട്ട് ഉമ്മ കഴിക്കും. സ്ലോ മോഷൻ പിടിക്കാവോ നാളെ അങ്ങനത്തെ മറ്റേ വാക്കിന്റെ ചാനൽ പറയല്ലേ. ഞങ്ങളൊക്കെ ഇവരാണ് കേസ് പുരോഗമനം എന്താണ് പറയാ അതെ സ്റ്റാൻഡേർഡ് ടോക്സ് മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ. അല്ല ചിന്നുവിനെ ഒരു കൾച്ചറലെസ് വർത്താനം പറയില്ല. ഇതെന്താ വായിച്ചാ ഏത് ബാ ഇത് ഉപ്പിലിട്ട മാങ്ങയാണ്. അത് നല്ല ഇതുമല്ല ഒരു പണി ഇപ്പൊ എന്താ കിട്ടി ചിലത് കഴിയാനായി. സോനാണ് ക്യാമറമാനായിട്ട് ഓനക്ക് ഇതിന്ന് എടുക്കാനും പറ്റുന്നില്ല. അപ്പൊ നമ്മള് സോനു വേണ്ടിട്ട് ഇത് ബാക്കി നമ്മള് സോനു കൈമാറുകയാണ്. സോന മുണങ്ങിക്ക പള്ളർത്ത് മുണങ്ങിക്ക ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ചോറ് കാണണ്ട ഗൈസ്.